118 പേർ 9 ഭാഷകളിലായി ബൈബിൾ പകർത്തി എഴുതുന്നു. ചേറ്റുപുഴ കർമ്മലമാതാ ഇടവകയിലാണ് വ്യത്യസ്തമായ ബൈബിൾ പകർത്തിയെഴുത്ത് നടക്കുന്നത്. ചേറ്റുപുഴ കർമ്മലമാതാ ഇടവകയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 25 പേർ ബൈബിൾ പകർത്തിയെഴുതാൻ ഉദ്ദേശിച്ചായിരുന്നു തുടക്കം. എന്നാൽ കൂടുതൽ പേർ താൽപര്യപൂർവ്വം മുന്നോട്ട് വരികയായിരുന്നു എന്ന് വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരുശ്ശേരിയിൽ പറഞ്ഞു. ആദ്യം ഞങ്ങൾ 25 പേര് 25 വർഷത്തോടനുബന്ധിച്ച് ബൈബിൾ എഴുതുവാൻ തീരുമാനമെടുത്തപ്പോൾ മറ്റനേകം ആളുകൾ ഞങ്ങൾക്കും എഴുതുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത്. അങ്ങനെ 118 പേര് വിവിധങ്ങളായ ഭാഷകളിൽ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോവുക. ഇടവകാംഗങ്ങൾ തമ്മിലുള്ള അടുപ്പവും സ്നേഹവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചത് എന്ന് സിൽവർ ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ PV ആൻഡോ പറഞ്ഞു. ഈ ജൂബിലി വർഷത്തിൽ ഇടവക ജനം ഒന്നായി നിൽക്കാൻ, ഐക്യത്തിലും സ്നേഹത്തിലും ഉറപ്പിച്ചു നിർത്താൻ ഈ ഇടവക കൈക്കൊണ്ട ആദ്യത്തെ പ്രവർത്തനമാണ് ജൂബിലി പ്രവർത്തനമാണ് ബൈബിൾ പകർത്തിയെഴുത്ത്. മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലാണ് കൂടുതൽ പേരും ബൈബിൾ പകർത്തി എഴുതുന്നത്. എന്നാൽ തമിഴ്, കന്നഡ, ഹിന്ദി, സംസ്കൃതം, ജർമ്മൻ, ഫ്രഞ്ച് എന്നീ ഭാഷകളിലും വിവിധ വ്യക്തികൾ ബൈബിൾ പകർത്തി എഴുതുന്നുണ്ട്. പലരും ഇതിനോടകം എഴുതി കഴിഞ്ഞതായി കൺവീനർ ആശാ ജോർജ് പറഞ്ഞു. പ്രാർത്ഥനാ ചൈതന്യത്തിന്റെ നിറവിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ബൈബിൾ അവരുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ വരുത്തിയതായിട്ടാണ് നമ്മൾക്ക് പറഞ്ഞു കേൾക്കുവാൻ സാധിച്ചത്. ഈ ബൈബിൾ എഴുതുന്നത് ഓരോരുത്തരും ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി ചെയ്ത് ഇതിനോടകം തന്നെ 35ഓളം പേരോളം ബൈൻഡ് ചെയ്യുകയും അത് സമർപ്പണത്തിന് യോഗ്യമായ വിധത്തിലാക്കുകയും ചെയ്തു. സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ദേവാലയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. മെയ് 1 നടക്കുന്ന ദേവാലയ പുനർകൂദാശ ചടങ്ങിൽ പകർത്തിയെഴുതിയ 118 ബൈബിളുകൾ അൾത്താരയിൽ സമർപ്പിക്കും. TCV ന്യൂസ്, തൃശൂർ.